പ്രിയപ്പെട്ട മൻമോഹൻ സിംഗ്ജിയുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുന്നതിന് വേണ്ടിയാണ് നമ്മളെല്ലാവരും ഇന്നിവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. ഇന്ത്യ രാജ്യത്തിന് അദ്ദേഹത്തിന്റെ 10 വർഷക്കാലത്തെ പ്രധാനമന്ത്രി സ്ഥാനവും അതിനു മുമ്പുണ്ടായിരുന്ന ധനകാര്യ വകുപ്പ് മന്ത്രി സ്ഥാനവുമെല്ലാം എത്രത്തോളം ഗുണകരമായിരുന്നു എന്ന് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ചർച്ച ചെയ്യുന്നതിന് പകരം അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷമാണ് രാജ്യത്തെ മാധ്യമങ്ങളും ജനങ്ങളുമെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളതാണ്. അദ്ദേഹം എത്രത്തോളം ഈ നാടിനു വേണ്ടി, സാധാരണക്കാരന് വേണ്ടി പ്രവർത്തിച്ചു എന്നതിന്റെ തെളിവ്. ഈ നാട്ടിലെ വളരെ പാവപ്പെട്ട സാധാരണ ജനത്തിനു വേണ്ടി ഒരുപാട് ഉപകാരപ്രദമായ പദ്ധതികൾ നടപ്പിൽ വരുന്നതിന് മുന്നിൽ നിന്ന നേതാവായിരുന്നു മൻമോഹൻ സിംഗ്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അടക്കമുള്ള വിവിധ ജനക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കി അതിന്നും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്നത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന്റെ ദീർഘവീക്ഷണം കൊണ്ടുകൂടി. ലോകമാകെ സാമ്പത്തിക മാന്ദ്യം അനുഭവിക്കുന്ന സമയത്ത് എല്ലാ രാജ്യങ്ങളും, അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ പോലും സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സമയത്ത് ഇന്ത്യ രാജ്യത്തെ ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ തലയുയർത്തി നിൽക്കുന്ന ഒരു രാഷ്ട്രമായി കൊണ്ടുവരാനും നമ്മുടെ രാജ്യത്തിന് സാമ്പത്തിക പ്രതിസന്ധി ലവലേശം ഏൽക്കുന്നില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിക്കാനും കഴിഞ്ഞ വലിയ നേതാവായിരുന്നു പ്രിയപ്പെട്ട മൻമോഹൻ സിംഗ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഞാൻ അത്തരം കാര്യങ്ങളിലെക്കുറിച്ചൊന്നും കടന്നു പോകുന്നില്ല. ബഹുമാന്യരായ വിവിധ രാഷ്ട്രീയ സംഘടനകളിൽപ്പെട്ട നേതാക്കന്മാർ അദ്ദേഹത്തെ അനുസ്മരിച്ചുകൂടെ സംസാരിക്കുമെന്നുള്ളതുകൊണ്ട് അത്തരം മേഖലകളിലേക്ക് കടന്നു പോകുന്നില്ല. അവിടെ പങ്കെടുത്തിട്ടുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രഗത്ഭരടക്കമുള്ള ആളുകളെയെല്ലാം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി വരുന്ന ബഹുമാനായ KPC പ്രസിഡന്റ് കെ സുധാകരൻ MP അടക്കം സ്വാഗതം ചെയ്തുകൊണ്ട് ഈ യോഗത്തിന് അധ്യക്ഷം വഹിക്കുന്നതിന് വേണ്ടി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ മാർട്ടിൻ ജോർജിനെ ക്ഷണിക്കും. ഏറെ ബഹുമാന്യരായ നേതാക്കന്മാർ, വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരെ, മേയർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെ, സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകരെ, നിലവരായ ജനാധിപത്യ വിശ്വാസികൾ, നമ്മുടെയൊക്കെ ഏറെ ബഹുമാന്യനായ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ എല്ലാം കൊണ്ടും ഇന്ത്യയുടെ ഭാവി ഭദ്രമാക്കിയ, എന്നും എക്കാലവും ന്യായത്തിന്റെയും നീതിയുടെയും പക്ഷം നിന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്ത് ശക്തമായ നിലപാടുകൾ എടുത്തുകൊണ്ട് ഈ രാജ്യത്തിന് ഒരു പോറൽ പോലും ഏൽക്കാതെ ഈ രാജ്യത്തെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോയ ഒരു വ്യക്തിത്വമായിരുന്നു എന്ന് നമുക്കറിയാം. മൻമോഹൻ സിംഗിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ മരണാനന്തര ചടങ്ങുകൾക്ക് അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ടുമൊക്കെ നമ്മുടെ നേതാക്കന്മാരും മറ്റ് സഹപ്രവർത്തകരുമൊക്കെ ഓർമ്മിച്ചെടുത്ത വാക്കുകൾ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് കടന്നുപോയി. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് തന്നെ
അദ്ദേഹത്തിനെ പറ്റി, അദ്ദേഹം ഈ രാജ്യത്തിന് നൽകിയ സംഭാവനകളെ പറ്റി ജനങ്ങൾ ഓർത്തെടുത്തിരുന്നു എന്നുള്ളത് കാര്യത്തിൽ സംശയമില്ല. കാരണം അത്രമാത്രം സൗമ്യനായ ഒരു വ്യക്തിത്വം, എങ്ങനെ ഏത് രീതിയിൽ ഈ രാജ്യത്തിനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആ ഒരു വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി ഈ രാജ്യത്തെ മുന്നോട്ട് നയിച്ച ഒരു വ്യക്തിത്വം. ഈ രാജ്യത്തിലെ ജനങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, ഈ രാജ്യത്തിലെ ജനങ്ങളുടെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കി അവരോട് ചേർന്ന് നിന്നുകൊണ്ട് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു സമീപനമായിരുന്നു അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലും അദ്ദേഹം ഇന്ത്യയുടെ ധനകാര്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലും ചെയ്തത് എന്ന് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരു രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് സാമ്പത്തിക രംഗം തന്നെയാണ്. ആ സാമ്പത്തിക രംഗത്ത് മറ്റ് ലോകരാജ്യങ്ങളൊക്കെ തന്നെ തകർന്നടിഞ്ഞ് വീഴുന്ന കാലഘട്ടത്തിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ പിടിച്ചു നിൽക്കുവാനും അതിനെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാനും മൻമോഹൻ സിംഗ് സാഹിബിന് സാധിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഇവിടെ പാവപ്പെട്ട തൊഴിലാളികൾക്ക്, സ്ത്രീകൾക്കുൾപ്പെടെ തൊഴിൽ നൽകുന്നതിന് വേണ്ടി നമുക്കറിയാം നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും വലിയ ഒരു വിഷയം എന്ന് പറയുന്നത് തൊഴിലില്ലായ്മ തന്നെയാണ്. ആ തൊഴിലില്ലായ്മയിൽ അതിന് പരിഹാരമുണ്ടാക്കുന്നതിന് സ്ത്രീകളെ ഉൾപ്പെടെയുള്ള ഗ്രാമീണരെ ഉൾപ്പെടെയുള്ളവരെ മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നത്, പൊതുസമൂഹത്തിന്റെ ഭാഗമാക്കി മാറ്റുന്നതിന് വേണ്ടി തൊഴിലുറപ്പ് പദ്ധതി ഉപകാരപ്പെട്ടു എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുകയാണ്. ഒരുപാട് പേർക്ക് അതിലൂടെ തൊഴിൽ ലഭിച്ചു എന്ന് മാത്രമല്ല, സ്ത്രീകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാനിവിടെ ഓർത്തെടുക്കുകയാണ്. അതോടൊപ്പം നമുക്കറിയാം, ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് കർഷകർ. കാർഷിക രംഗത്ത് വലിയ പ്രയാസങ്ങൾ നേരിടുന്നു. എങ്ങനെ കർഷകർ മുന്നോട്ട് പോകുമെന്ന് യാതൊരുവിധ ധാരണയുമില്ലാതെ കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിൽ കാർഷിക കടങ്ങൾ അതിന് ഇളവ് പ്രഖ്യാപിച്ചുകൊണ്ട് എടുത്ത 70,000 കോടി രൂപയുടെ ഇളവ് പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞപ്പോൾ വാസ്തവത്തിൽ ഈ രാജ്യത്തെ കർഷകർ അവരന്ന് സന്തോഷപ്പെടുക. കാരണം അങ്ങനെയാണ് നമ്മുടെ കാർഷിക മേഖല എന്ന് കടന്നുപോയത്. അപ്പൊ അതാണ് ഞാൻ സൂചിപ്പിച്ചത്. എവിടെ എന്താണോ രാജ്യത്തിന് വേണ്ടത്, എന്താണ് രാജ്യത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്, അതിനനുസരിച്ച് രാജ്യത്തിന്റെ ഭരണം കൊണ്ടുപോകാൻ സാധിച്ച ഒരു പ്രധാനമന്ത്രിയായിരുന്നു ഇന്ത്യ ശ്രീ മൻമോഹൻ സിംഗ് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാ രംഗത്തും, വികസനത്തിന്റെ കാര്യത്തിൽ എല്ലാ രംഗത്തും ഞാൻ സുദീർഘമായി മറ്റു കാര്യങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല. കാരണം ഇവിടെ ഒരുപാട് നേതാക്കന്മാരും മറ്റ് വിവിധ കക്ഷി ഭാരവാഹികളും ഒക്കെ ഇവിടെ ഉണ്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ സുദീർഘമായി കടന്നു പോകുന്നില്ല. അദ്ദേഹത്തിന്റെ വേർപാട് ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്, ഇന്ത്യക്ക് തീരാ നഷ്ടമാണ് എന്ന് ഞാനിവിടെ ഓർത്തെടുക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആത്മാവിൽ സർവേശ്വരൻ നിത്യശാന്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ആദ്യമായി സംസാരിക്കുന്നതിന് വേണ്ടി CPM-ന്റെ ജില്ലാ പ്രതിനിധിയായിട്ട് ഇവിടെ എത്തിയിരിക്കുന്ന മുൻ MLA പ്രകാശൻ മാസ്റ്ററെ ക്ഷണിച്ചു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലുള്ള സമാദരണീയരായ രാഷ്ട്രീയ നേതാക്കളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അപരിഹാര്യമായിട്ടുള്ള ഒരു നഷ്ടമാണ്. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലക്കല്ല അദ്ദേഹത്തിന്റെ ജനസേവന പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് എന്നുള്ളത് നമുക്കെല്ലാം അറിയാവുന്നതാണ്.
അദ്ദേഹം ജനിച്ചത് ഇന്ന് ഇന്ത്യയുടെ ഭാഗമായി നിൽക്കുന്ന പ്രദേശത്തല്ല എന്നുള്ളത് നമുക്ക് അറിയാവുന്ന യാഥാർത്ഥ്യമാണ്. ഇന്ത്യയിലേക്ക് കുടിയേറി ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നായകനായി ഉയർന്നു വരാൻ അദ്ദേഹത്തിനായി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ സവിശേഷമായ വ്യക്തിത്വത്തിൻ്റെയും അനിതര സാധാരണമായിട്ടുള്ള കഴിവുകളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട നിദർശനമാണ്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വിദ്യാഭ്യാസം നേടിയിട്ടുള്ള പഴയകാല നേതാക്കന്മാരിൽ പലരും അങ്ങനെയുണ്ടെങ്കിലും പുതിയ കാലത്തെ നേതാക്കന്മാരിൽ അത്യപൂർവമായി മാത്രം വിദ്യാഭ്യാസ രംഗത്ത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പോലെയുള്ള സ്ഥാപനങ്ങളെ ആശ്രയിച്ചിട്ടുള്ള നേതാക്കൾ വളരെ കുറവാണ്. ഐക്യരാഷ്ട്രസഭയുടെ നേതാവ് എന്നുള്ള നിലക്ക് ഈ ലോകത്താകെയുള്ള രാഷ്ട്രങ്ങളും അവിടുത്തെ സാമ്പത്തിക ജീവിതവുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായ നിലയിലുള്ള പഠനം നടത്താനും അവയെ സംബന്ധിച്ചെല്ലാം സ്വന്തമായിട്ട് അഭിപ്രായങ്ങൾ രൂപീകരിക്കാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഇന്ത്യ രാജ്യത്ത് തന്നെ രാഷ്ട്രീയ രംഗത്തേക്ക് വരുന്നതിന് മുമ്പ് നിരവധി സ്ഥാനങ്ങൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. നമ്മുടെ രാജ്യത്തിലെ പ്രധാനമന്ത്രിമാരിൽ സ്വാതന്ത്ര്യാനന്തര കാലത്ത് ഉയർന്നു വന്നിട്ടുള്ള 76 വർഷങ്ങളിലെ പ്രധാനമന്ത്രിമാരിൽ ഔദ്യോഗിക രംഗത്ത് ഇതുപോലെ സേവനമനുഷ്ഠിച്ച് രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വന്നിട്ടുള്ള മറ്റൊരു നേതാവ് ഇല്ല എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയും. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായി, ഇന്ത്യ ഗവൺമെന്റിന്റെ സാമ്പത്തിക ഉപദേഷ്ടാവായി, രാജ്യത്തിന്റെ നാനാ മേഖലയിലുള്ള നിരവധി സ്ഥാപനങ്ങളുടെ പ്രധാന ചുമതലക്കാരനായി രാഷ്ട്രീയ രംഗത്ത് കടന്നു വരുന്നതിന് മുമ്പ് തന്നെയുള്ള വിശാലമായ അനുഭവ സമ്പത്ത് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൈമുതലാണ്. ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണെങ്കിലും അദ്ദേഹം ഒരു സന്ദർഭത്തിലും ലോകസഭയിൽ തെരഞ്ഞെടുക്കപ്പെട്ട് മത്സരിച്ചു വന്ന ഒരു MP ആയിരുന്നില്ല എന്ന് നമുക്കറിയാം. ദീർഘകാലം അദ്ദേഹം പ്രതിനിധാനം ചെയ്തത് ഇന്ത്യയിലുള്ള വ്യത്യസ്ത സംസ്ഥാനങ്ങളെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന്റെ പ്രതിനിധിയായിട്ടല്ല, വ്യത്യസ്ത സംസ്ഥാനങ്ങളുടെ പ്രതിനിധിയായിട്ടാണ് രാജ്യസഭക്കകത്ത് MP ആയി ദീർഘകാലം അദ്ദേഹം കടന്നു വന്നത്. ഇന്ത്യ രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വളരെ സങ്കീർണമെന്ന് പറയാൻ വേണ്ടി കഴിയുന്ന ഒരു കാലത്താണ് അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനം കൈയേൽക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. 2004 മുതൽ 2014 വരെയുള്ള ആ കാലഘട്ടം ഇന്ത്യയുടെ വ്യത്യസ്ത മേഖലകളിൽ നിന്ന് പോലെ സാമ്പത്തിക മേഖലയെ സംബന്ധിച്ചും വളരെ ഗൗരവമായിട്ടുള്ള ഒരു കാലമാണ്. 1991 ഇന്ത്യ രാജ്യത്ത് നരസിംഹറാവുവിന്റെ ഗവൺമെന്റ് ബഹുമാനപ്പെട്ട KPCC അധ്യക്ഷൻ വന്നു എന്നുള്ളതുകൊണ്ട് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. 91 നരസിംഹറാവുവിന്റെ ഗവൺമെന്റ് ഞങ്ങൾക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായമുള്ള ഒരു നയമാണെങ്കിൽ പോലും ന്യൂ ഇക്കോണമിക് പോളിസി നടപ്പിലാക്കാൻ വേണ്ടി ആരംഭിച്ചപ്പോ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രെയിൻ ഇദ്ദേഹമായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. ആ ഗവൺമെന്റിലെ ഫിനാൻസ് മിനിസ്റ്റർ എന്നുള്ള നിലക്ക് അന്ന് വളരെ കുത്തഴിഞ്ഞു കിടന്നിരിക്കുന്ന നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക ഘടനയെ തങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രത്യേക വഴിയിലൂടെ വളർത്തിയെടുക്കുന്നതിൽ അദ്ദേഹം വഹിച്ചിട്ടുള്ള പങ്ക് നിസ്തുലമാണ്, പ്രഥമമാണ്. 2004 മുതൽ 2014 വരെയുള്ള കാലത്ത് ചുരുക്കം സന്ദർഭങ്ങളിൽ അദ്ദേഹവുമായിട്ട് ഒത്തുചേർന്ന് പ്രവർത്തിക്കാൻ കോൺഗ്രസുമായിട്ട് കടുത്ത നിലക്കുള്ള രാഷ്ട്രീയ വിയോജിപ്പ് ഉള്ള പാർട്ടിയാണ് CPM എങ്കിൽ പോലും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ ഓർക്കുന്ന കാര്യമാണ്. ആ കാലത്ത് ശ്രദ്ധേയമായ ഒരുപാട് ജനകീയ പരിപാടികൾ ആരോഗ്യരംഗത്ത് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ദേശീയ ആരോഗ്യ മിഷൻ, രാജ്യത്തിലെ പണിയില്ലാത്ത ആളുകൾക്ക് പണി കൊടുക്കാൻ വേണ്ടി പറ്റാവുന്ന ഇന്ത്യ രാജ്യം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയായിട്ടുള്ള
മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി അതെല്ലാം ആരംഭിക്കുന്നത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് CPM ഉൾപ്പെടെയുള്ള പാർട്ടികളുമായി ചേർന്ന് ഭരിക്കുന്ന കാലത്തായിരുന്നുവെന്ന് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. 2008 അമേരിക്കയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായ ഒരു കരാറിൽ അടുത്ത അഭിപ്രായ വ്യത്യാസമുണ്ടായതിനെ തുടർന്നാണ് ആ ഗവൺമെന്റിനുള്ള പിന്തുണ ഞങ്ങൾ പിൻവലിക്കുന്നത്. ആ ഗവൺമെന്റ് വീണ്ടും തുടരുന്നതിൽ അദ്ദേഹത്തിന്റെ നയചാതുരി പ്രധാനപ്പെട്ട പങ്കുവഹിച്ചിട്ടുണ്ട് എന്നുള്ളത് നിസ്തർക്കമായ സംഗതിയാണ്. ഞാൻ നിരൂപിക്കുന്നില്ല. ആധുനിക ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്ന് ഇന്ത്യ രാജ്യം സ്വീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക നയങ്ങളുടെ ശില്പി എന്ന് നമുക്ക് ആദ്യഘട്ടത്തിൽ ഇന്ത്യയിലെ സാമ്പത്തിക ജീവിതത്തിന്റെ ശില്പിയായിട്ട് മഹാനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ കാണാൻ കഴിയുന്ന പോലെ തന്നെ 91 ശേഷമുള്ള ആഗോളവൽക്കരണ കാലത്തെ ഇന്ത്യൻ സാമ്പത്തിക ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശില്പിയായിട്ട് അദ്ദേഹത്തെ ചരിത്രം കണക്കാക്കുമെന്നതിൽ യാതൊരു സംശയമില്ല. അതിന്റെ നേട്ടക്കോട്ടങ്ങൾ എന്തായാലും അദ്ദേഹത്തിന്റെ ലാളിത്യം, ഒരു പ്രധാനപ്പെട്ട നേതാവാണ് എന്ന യാതൊരു ഭാവവുമില്ലാതെ അദ്ദേഹത്തിന്റെ ഇടപെടൽ, അദ്ദേഹത്തിന്റെ എളിമ, അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകടനത്തിൽ അദ്ദേഹം കാണിച്ചുകൊണ്ടിരുന്ന തികച്ചും മാന്യമായ നിലപാട്, അതെല്ലാം അദ്ദേഹത്തെ പോലെയുള്ള ഒരു സ്ഥാനത്തിരിക്കുന്ന ആളിൽ നിന്ന് സാമാന്യഗതിയിൽ അത്ഭുതത്തോട് മാത്രം പ്രതീക്ഷിക്കാൻ വേണ്ടി കഴിയുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്, അദ്ദേഹത്തിന്റെ നഷ്ടം അപരിഹാര്യമായ ഒരു നഷ്ടമാണ്. നമ്മുടെ രാഷ്ട്രീയ, സാമൂഹ്യ, സാമ്പത്തിക ജീവിതത്തിന് അപരിഹാര്യമായിട്ടുള്ള ആ നഷ്ടത്തിൽ CPM അതിന്റെ അനുശോചനം രേഖപ്പെടുത്തുന്നു. അദ്ദേഹത്തിന്റെ പാർട്ടിക്കും ഈ രാജ്യത്തെ ജനങ്ങൾക്കുമെല്ലാം അനുഭവിക്കേണ്ടി വന്ന ദുഃഖത്തിൽ CPM കൂടി പങ്കുചേരുന്നു എന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യേണ്ട ബഹുമാനായ KPCC പ്രസിഡന്റ് കെ സുധാകരൻ MP അവരുടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഉടനെ തന്നെ സംസാരിക്കുന്നതായിരിക്കും, ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും. അതിന് മുമ്പായി സംസാരിക്കുന്നതിന് വേണ്ടി കണ്ണൂരിന്റെ മേയർ ശ്രീ മുസ്ലിം ഏറെ ബഹുമാനായ KPCCയുടെ പ്രസിഡന്റും കണ്ണൂരിന്റെ MP-യുമായ ശ്രീ കെ സുധാകരൻ അവർ, ഈ ചടങ്ങിലെ അധ്യക്ഷൻ PCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ഉൾപ്പെടെ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള UDF-ന്റെ സമ്മന്നതരായ നേതാക്കന്മാർ, മറ്റു വിവിധ രാഷ്ട്രീയ കക്ഷിയിലെ നേതാക്കന്മാർ, ജനപ്രതിനിധികളെ, പ്രിയപ്പെട്ടവരെ, ഇവിടെ ലോക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ഉപജ്ഞാതാവ് ആയി നമ്മൾ ആഡം സ്മിത്തിനെ പറയാറുണ്ട്. സാമ്പത്തിക ശാസ്ത്രം പഠിച്ച വിദ്യാർത്ഥികളൊക്കെ മനസ്സിൽ പതിഞ്ഞ ഒരു വ്യക്തിത്വമാണ് ആഡം സ്മിത്ത് എന്നത്. നമ്മുടെ ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തെ വലിയ രീതിയിൽ ഉപജ്ഞാതാവ് എന്നതിൽ ആധുനിക ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തെ ശില്പി എന്ന് നമുക്ക് പറയാം. ഏറെ ബഹുമാനായ ഡോക്ടർ മൻമോഹൻ സിംഗ് നമ്മെ ഇവിടെ പറഞ്ഞിരിക്കുക. ഇവിടെ സൂചിപ്പിച്ചു, ഏറെ ജനകീയമായ പദ്ധതികൾ, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, ദേശീയ വിദ്യാഭ്യാസ നയം, ഭക്ഷ്യ സുരക്ഷാ നിയമം തുടങ്ങി ജനങ്ങളുടെ അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ വളരെ കാതലായ നിയമങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് സാധാരണക്കാരുടെ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ കൃത്യമായ ഇടപെടൽ നടത്തിയ ഒരു പ്രധാനമന്ത്രിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. ഇതുപോലെ തന്നെ ലോകത്താകെ സാമ്പത്തിക തകർച്ചയുണ്ടായപ്പോൾ നമ്മുടെ സാമ്പത്തിക നയം കൊണ്ട് ലോക രാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ യാതൊരു പ്രയാസവും ഇല്ലാതെ ഇന്ത്യയുടെ സാമ്പത്തിക രംഗം മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമുക്ക് ലോകത്തിന് മുമ്പിൽ അഭിമാനത്തോടെ കാണിക്കുവാനും സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആണവ കരാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇവിടെ ലോക പോലീസ് എന്നറിയപ്പെടുന്ന അമേരിക്കയുടെ മുമ്പിൽ പോലും അടിയറവ് പറയാതെ ഇന്ത്യയുടെ നയങ്ങൾ നടപ്പിലാക്കുന്നതിൽ, പ്രത്യേകിച്ച് ഇവിടെ ഓർമ്മിക്കുന്നു, കഴിഞ്ഞ 2023 നവംബറിൽ UAE വെച്ച് നടന്ന COP28 ഉച്ചകോടി, ആഗോള താപനിലയുമായി ബന്ധപ്പെട്ട ഉച്ചകോടിയിൽ അവിടെ വെച്ച് ഐക്യരാഷ്ട്രസഭയുടെ ചർച്ചയുടെ തീരുമാനമുണ്ടായത് തന്നെ ഈ ആണവ നിലയങ്ങൾ തന്നെയാണ് നമുക്ക് ലോകത്തെ ഏറ്റവും സൗകര്യപ്രദമായ വൈദ്യുതി ഉണ്ടാക്കുന്നതിൽ ഏറ്റവും വലിയ സംവിധാനമെന്ന് ഒരു ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്ന ആ സമയത്ത് പോലും നമുക്ക്
ഓർക്കാൻ കഴിയേണ്ടത് നമ്മുടെ മൻമോഹൻ സിംഗിനെ തന്നെയാണ്. വർഷങ്ങൾക്ക് മുമ്പേ ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഇടപെടൽ ഇവിടെ നാം വളരെ കരുതലോടെ സ്മരിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്മുടെ രാജ്യത്തിന് ആവശ്യമായത് എന്തൊക്കെയെന്ന് അദ്ദേഹം വളരെ നേരത്തെ തന്നെ അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നഷ്ടമാണ് അദ്ദേഹത്തിന്റെ വിയോഗം കൊണ്ടുണ്ടായിട്ടുള്ളത്. ഒരുപാട് വിഷയങ്ങളിൽ, അടിസ്ഥാനപരമായ വിഷയങ്ങളിലൊക്കെ ഒരുപാട് സംഭാവനകൾ നൽകാൻ കഴിയുന്ന, ഒരുപാട് വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമാണ് നമുക്ക് നഷ്ടപ്പെട്ടു വഹിക്കുന്നത്. അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തെ ഉൾപ്പെടെ അനുശോചന സങ്കടത്തിൽ പങ്കുചേർന്നുകൊണ്ട് അദ്ദേഹത്തിന് നിത്യശാന്തിക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. അടുത്തതായി KPCC പ്രസിഡന്റ് ബഹുമാനായ കെ സുധാകരൻ MP അവர்கள். മാർട്ടിൻ, വേദിയിലെ വിശിഷ്ട അതിഥികൾ, എന്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, ഒരു ആകസ്മിക വിഷയമാണ് നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയുടെ തുടക്കം എവിടെ നിന്നാണ് എന്ന് നമുക്ക് നോക്കിയാൽ അത് അവിടെ എത്തും, എവിടെ എത്തും എന്നതിനെ കുറിച്ചുള്ള തർക്കം നമുക്കുണ്ട്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗ് അങ്ങനെ ഒരു വ്യക്തിത്വം ഇന്ത്യൻ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഉണ്ടായി എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ തന്നെ നമുക്ക് സാധിക്കാത്ത ഒരു ചുറ്റുപാടിലാണ്. ഒരു മനുഷ്യന്റെ വികാര വിചാരങ്ങളെ ഇതുപോലെ ഉള്ളം കയ്യിലെടുത്ത് അമ്മാനമാടി മനുഷ്യന്റെ വികാര വിചാരങ്ങളോടൊപ്പം യോജിച്ച് നാടിന്റെ ശബ്ദവും നാടിന്റെ വികസനവും ഒരുമിച്ച് കൊണ്ടുപോകാൻ തന്റെ ഇടവും നട്ടലും കാണിച്ച ഒരു രാഷ്ട്രീയ നേതാവാണ് നമ്മുടെ ഡോക്ടർ മൻമോഹൻ സിംഗ്. എനിക്കറിയാം, അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ മുൻപിൽ ഞാനൊരു MP ആയി ഞാൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരു സാധാരണ MP-യുടെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ പ്രശ്നങ്ങൾ വരെ സമുചിതമായി അത് ഏറ്റെടുത്ത് അതിനെക്കുറിച്ച് ചർച്ച നടത്തി എല്ലാ ആളുകളുടെയും സംശയങ്ങൾ ദൂരീകരിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു പെരുമാറ്റം ഭയങ്കരമായ ഒരു ആകർഷണീയമായ ഒന്നാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഞങ്ങളൊക്കെ അത്ഭുതത്തോടെ പറയും, നമ്മൾ തമ്മിൽ പറയും, എന്ത് പ്രശ്നങ്ങളുണ്ടോ അത് അദ്ദേഹം കേൾക്കാൻ മനസ്സ് കാണിക്കും. ഒരു തവണ നമ്മൾ ഉയർത്തിയ ഒരു വിഷയം അന്ന് അത് ശരിയല്ല എന്ന രീതിയിലേക്ക് ഒരു വിഭാഗം ആളുകൾ അവിടെ തർക്കം ഉന്നയിച്ചപ്പോ ഞാനും നമ്മളോടൊപ്പം നിൽക്കുന്ന ഒരു പിടി ആളുകളും അതിനെതിരായി തർക്കിച്ചു. അന്ന് അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഈ തർക്കമല്ല വേണ്ടത്, ഇവിടെ വേണ്ടത് നമ്മുടെ വിവേചന ശക്തിയാണ്. ആ വിവേചന ശക്തി ഇവിടെ എടുത്ത് പ്രയോഗിക്കാൻ സാധിച്ചാൽ ഇതെല്ലാം പരിഹരിക്കപ്പെട്ടു. അങ്ങനെ പ്രശ്ന പരിഹാരത്തിന് പ്രായോഗികമായ ഒരു ചിന്താഗതി ഉയർത്തിയെടുക്കുന്ന ഒരു നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കാനും പോകാനും സാധിച്ച നമ്മുടെയൊക്കെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു വലിയ ഭാഗ്യം സൃഷ്ടിച്ചതാണ് എന്ന് പറയാതിരിക്കാൻ നമുക്ക് നിർവാഹമില്ല. ഇവിടെ ജനങ്ങൾ ചോദിക്കുന്നു, ജനമനസ്സിന്റെ അകത്ത് നമ്മുടെ നേതാക്കന്മാരുടെ മനസ്സെന്താ? ആ ജനമനസ്സ് നിങ്ങൾ എല്ലാ കാലത്തും കാത്തു സൂക്ഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? ഉണ്ടാവണം. ഇല്ലെങ്കിൽ നമുക്ക് മുൻപോട്ട് പോകാൻ സാധിക്കുമോ? അപ്പോ അതുകൊണ്ട് ശരിയും തെറ്റും വേർതിരിച്ച് മുൻപോട്ട് പോകാൻ സാധിക്കുന്ന ഒരു കാലഘട്ടത്തിന്റെ വക്താക്കളായി നമുക്ക് അവസരത്തിനൊത്തും മാറണം. ആ മാറ്റമാണ് ഇവിടെ അനിവാര്യമായിട്ടുള്ളത് എന്നാണ് എന്റെ പക്ഷം. വളരെ വളരെ
എന്താ പറയാ, അദ്ദേഹത്തിന്റെ പെരുമാറ്റങ്ങളും സംസാരങ്ങളും ഒക്കെ വളരെ വളരെ പക്വതയുള്ള ഒരു സബ്ജക്റ്റായിട്ടാണ് അദ്ദേഹം ഇതിനെല്ലാം കൊണ്ടുപോയിട്ടുള്ളത്. നമ്മൾ ധരിക്കും ഇദ്ദേഹം വലിയ നേതാവല്ലേ, വലിയ മന്ത്രിയല്ലേ, ഇപ്പൊ നമ്മളെ മുമ്പിലൊക്കെ ഇയാൾ ചൂടായിട്ടൊക്കെ സംസാരിക്കില്ല, ഒന്നുമില്ല. നമ്മൾക്ക് എന്ത് തെറ്റ് പറ്റിയാലും ആ തെറ്റ് പറ്റിയത് അദ്ദേഹം സ്വയം സ്വീകരിച്ചത് തിരുത്തി നമ്മോടൊപ്പം മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു നല്ല വലിയ വിശാല മനസ്സിന്റെ ഉടമസ്ഥനാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന് നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നമ്മുടെ മുമ്പിൽ എന്നും നിലനിൽക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രദേശത്ത് അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നിലനിർത്തി കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അതൊരു വലിയ രാഷ്ട്രീയപരമായ നേട്ടമാണെന്ന് പറയാതിരിക്കാൻ നമുക്ക് നിർവാഹമില്ല. ഇവിടെ അദ്ദേഹത്തെ എല്ലാ ആളുകളും സംസാരിക്കുമ്പോൾ നന്നായി തൂക്കി പറഞ്ഞ് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ഒരു സംസാരം ഇവിടെ വന്നപ്പോ നമ്മുടെയൊക്കെ മുൻപിൽ കടന്നുപോയത് ഒരു വലിയ ജീവിതമാണ്, ഒരു വലിയ ജീവിതാനുഭവമാണ് എന്ന് പറയാതിരിക്കാൻ നമുക്ക് സാധിക്കില്ല. നമുക്കെല്ലാം അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ നമുക്ക് നമ്രശിരസ്കരാവാം. ഒരാളോടും വിദ്വേഷം കാണിക്കാതെ, ഒരാളെയും വെറുപ്പിക്കാതെ, ഒരു ജനസമൂഹത്തെ ഉള്ളം കയ്യിലെടുത്ത് അമ്മാനമാടാൻ സാധിച്ച മൻമോഹൻ സിംഗ് ഈ പറയുന്ന ഒരു ഘടകവും അദ്ദേഹത്തിന് ഒരു ബാധകമല്ല. അതുകൊണ്ട് തന്നെ ആ വലിയ മനുഷ്യന്റെ വലിയ മനസ്സിന്റെ മുൻപിൽ നമുക്കെല്ലാം നമ്രശിരസ്കരായി അദ്ദേഹത്തിന്റെ വലിമയെ, അദ്ദേഹത്തിന്റെ ഉദാത്തമായ മനസ്സിനെ നെഞ്ചിലേറ്റി ഈ നാടിന്റെ നാളത്തെ പൈതൃകം അദ്ദേഹത്തിന്റെ പൈതൃകമായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അദ്ദേഹത്തെ കുറിച്ചുള്ള ചർച്ച നമുക്ക് അവസാനിപ്പിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്തരമൊരു തീരുമാനം നമുക്ക് ഗുണകരമാണ് എന്നെനിക്ക് തോന്നുകയാണ്. ഞാൻ വാക്കുകൾ ഏറെ ദീർഘിപ്പിക്കുന്നില്ല. നമ്മളെല്ലാ ആളുകളും ഇവിടെ ചർച്ച ചെയ്തത് ഒരേ വിഷയമാണ്, ഒരേ സബ്ജക്റ്റാണ്, ഒരേ വ്യക്തിത്വമാണ്. അതെല്ലാ ആളുകൾക്കും ഒരുമിച്ച് പറയാൻ സാധിച്ചത് തന്നെ വളരെ വലിയ ഒരു കാര്യമായി ഞാൻ ഇതിനെ നോക്കിക്കാണുന്നു. എല്ലാ ആളുകൾക്കും ഭാവുകങ്ങളും ആശംസകളും നേരുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്. മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീ അബ്ദുൽ കരീം ചെന്നൈ. ബഹുമാന്യ അധ്യക്ഷൻ, ആദരണീയനായ KPCC പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ അവർക്ക്, വേദിയിലെ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളെ, സഹോദരികളെ, ഡോക്ടർ മൻമോഹൻ സിംഗിനെ ഒറ്റ വാചകത്തിൽ എങ്ങനെ നിർവചിക്കാമെന്ന് ആരെങ്കിലും ചോദിച്ചാൽ, രാഷ്ട്രീയം മാന്യന്മാരുടെ ഇടപാടാണ് എന്ന് കർമ്മം കൊണ്ടും ജീവിതം കൊണ്ടും തെളിയിച്ച സമീപകാല ഇന്ത്യയിലെ അപൂർവം ചില വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് മൻമോഹൻ സിംഗ് എന്നതാണ് എനിക്ക് നൽകാനുള്ളൊരു മറുപടി. കാരണം സംഘർഷഭരിതമായ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഭരണസാരഥ്യം ഏറ്റെടുക്കുകയും ഈ രാജ്യത്തെ ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ അഭിമാനത്തോടുകൂടി തലയുയർത്തി നിർത്താൻ അദ്ദേഹം പ്രകടിപ്പിച്ച വൈഭവം അത് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ലോക്സഭയിലും രാജ്യസഭയിലുമൊക്കെ വലിയ പ്രകോപനങ്ങൾ ഉണ്ടാകുന്ന ഘട്ടങ്ങളിൽ പോലും തന്റെ വാചാലമായിട്ട് മൗനം കൊണ്ട് അല്ലെങ്കിൽ ആറ്റിക്കുറുക്കിയ വാക്കുകൾ കൊണ്ട് ആ എതിരാളികളെ നിശബ്ദമാക്കാൻ കഴിയുന്ന അത്രയും വലിയ തന്റെ ഇടം തന്റെ ജീവിതത്തിലുടനീളം അദ്ദേഹം പ്രകടിപ്പിക്കുകയും, എന്നാൽ ഒരു പ്രധാനമന്ത്രിയുടെ ആ അധികാര ഔന്നത്യങ്ങൾക്കും ഒക്കെ അപ്പുറത്ത് ലളിതമായ ഒരു ജീവിതം നയിക്കുകയും രാജ്യത്തിന്റെ ജനാധിപത്യ മൂല്യങ്ങളോട് അങ്ങേയറ്റം പ്രതിബദ്ധത പുലർത്തുകയും ചെയ്തിട്ടുള്ള ഭരണാധികാരിയും രാഷ്ട്രീയ നായകനും രാഷ്ട്രതന്ത്രജ്ഞനും, അങ്ങനെ അദ്ദേഹത്തെ നമുക്കെല്ലാം ഓർത്തെടുക്കാൻ കഴിയും. അവശനായി വീൽചെയറിൽ കഴിയുന്ന സമയത്ത് പോലും പാർലമെന്റ് സമ്മേളിക്കുന്ന സമയത്ത് അദ്ദേഹം സ്ഥിരമായി പാർലമെന്റിൽ വരാറുണ്ടായിരുന്നു എന്ന്
ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അനുസ്മരിച്ചത് നമ്മൾ ഓർക്കുക. നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ രൂക്ഷമായി പ്രതികരിച്ചപ്പോൾ പോലും പല വിഷയങ്ങളിലും അദ്ദേഹം കാണിച്ചിട്ടുള്ള അങ്ങേയറ്റത്തെ പക്വമായിട്ടുള്ള നിലപാടുകളും നമ്മൾ തിരിച്ചറിഞ്ഞു. ആറ്റിക്കുറുക്കിയ ചില വാക്കുകളിലൂടെയാണ് നോട്ട് നിരോധനത്തിന്റെ സങ്കീർണതകളെ അദ്ദേഹം കെട്ടഴിച്ചു വിട്ടത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വളരെ കുറഞ്ഞ വാക്കുകൾ. ആ വാക്കുകളിലുടനീളം ഇന്ത്യ ജനതയുടെ വികാരങ്ങൾ പ്രതിഫലിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. സാമ്പത്തിക രംഗത്ത് അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണം ഇന്ത്യക്ക് ഗുണകരമായി. അതിന്റെ ഗുണഫലങ്ങളാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്. രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്രമാത്രം അദ്ദേഹവുമായി വളരെ അഭേദ്യമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിക്കാൻ അദ്ദേഹത്തിനും രാജ്യത്തെ പാർശ്വവൽക്കരിക്കപ്പെടുന്ന ന്യൂനപക്ഷ വിഭാഗത്തിന് കഴിഞ്ഞു. നമുക്ക് എല്ലാവർക്കും അറിയാം. തന്റെ നിലപാടുകൾ കൊണ്ടും നയം കൊണ്ടും അത് പ്രാവർത്തികമാക്കുകയും അദ്ദേഹം ചെയ്തു. ഇന്ത്യയിലെ മുസ്ലിങ്ങളടക്കമുള്ള ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങളുടെ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് പഠിക്കാൻ രജീന്ദർ സച്ചാർ എന്ന് പറയുന്ന ഒരു കമ്മീഷനെ നിയോഗിച്ചു. രാജ്യത്തുടനീളമുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ആ കമ്മീഷൻ സിറ്റിംഗുകൾ നടത്തി. അവര് ചില ശുപാർശകൾ പ്രധാനമന്ത്രിക്ക് മുമ്പാകെ സമർപ്പിച്ചപ്പോൾ അങ്ങേയറ്റത്തെ തന്റെ ഇടത്തോടുകൂടി അത് നടപ്പിലാക്കാൻ അദ്ദേഹം ശ്രമിച്ചു. അതിനൊരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇന്ത്യയുടെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം സമീപകാല ഇന്ത്യയുടെ ചരിത്രത്തിൽ അദ്ദേഹം എത്രമാത്രം ഞങ്ങൾക്ക് കടപ്പെട്ടവനായി എന്നത് നമുക്കെല്ലാവർക്കും അറിയാം. ദേശീയ രാഷ്ട്രീയ രംഗത്ത് മുസ്ലിം ലീഗിന്റെ ഒരു പ്രതിനിധിയെ ഇന്ത്യയുടെ ഭരണശിലാ കേന്ദ്രത്തിൽ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താനുള്ള വലിയ സൗമനസ്യം അദ്ദേഹം കാണിച്ചു. 2004 മുതൽ 2014 വരെയുള്ള കാലത്ത് നമ്മുടെ കണ്ണൂരുകാരനായിട്ടുള്ള നമുക്കൊക്കെ അഭിമാനമായിട്ടുള്ള ഇ അഹമ്മദ് സാഹിബിനെ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ വിദേശകാര്യ വകുപ്പിന്റെ സഹമന്ത്രിയായി, റെയിൽവേ വകുപ്പിന്റെ സഹമന്ത്രിയായി, അങ്ങനെ ഒക്കെ അദ്ദേഹം ചേർത്ത് പിടിച്ചത് നമ്മൾ കണ്ടുകയാണ്. പണക്കാട് സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ കുറിച്ച് അഹമ്മദ് സാഹിബ് ബാബരി മസ്ജിദിന്റെ തകർച്ചയെ തുടർന്നുണ്ടായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളെ വിശകലനം ചെയ്തിട്ട് ശിഹാബ് തങ്ങളെ അനുസ്മരിക്കാൻ വേണ്ടി ഭാരത ഗവൺമെന്റ് ഒരു തീരുമാനമെടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ശിഹാബ് തങ്ങളുടെ പേരിൽ ഒരു സ്റ്റാമ്പ് പുറത്തിറക്കിക്കൊണ്ടാണ് ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗിനെ അദ്ദേഹം ചേർത്ത് പിടിച്ചത്. ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളെ ഇത്രമാത്രം ചേർത്ത് പിടിച്ചിട്ടുള്ള ഒരു മഹാനായിട്ടുള്ള നേതാവ് സമീപകാലത്തൊന്നും ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗ് അതിന്റെ നേതാക്കന്മാരുടെ എല്ലാം ഡൽഹിയിൽ അദ്ദേഹത്തിന്റെ മൃതശരീരം കാണാനും അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാനും അന്തിമോപചാരം നൽകാനും ഒക്കെ പോവുകയും പാർട്ടിയുടെ 2 ദിവസത്തെ ഔദ്യോഗികമായിട്ടുള്ള എല്ലാ പരിപാടികളും നിർത്തിവെച്ചുകൊണ്ട് അങ്ങേയറ്റത്തെ ആദരവും ബഹുമാനവും അദ്ദേഹത്തോട് പ്രകടിപ്പിക്കുകയും ചെയ്തു. തരുണത്തിൽ സുദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ ജനവിഭാഗങ്ങൾക്കും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. രാഷ്ട്രീയപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും അദ്ദേഹത്തിന്റെ ഔന്നത്യത്തെ മറികടക്കുന്ന വിധത്തിലേക്ക് പരാമർശന വിധേയമായില്ല എന്നത് ചരിത്രത്തിന്റെ ഭാഗമാണ്. അദ്ദേഹം നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ എല്ലാ വിഭാഗം ആളുകളും അദ്ദേഹത്തോട് കാണിക്കുന്ന ആദരവും ബഹുമാനവും അദ്ദേഹം ജീവിതത്തിലുടനീളം പുലർത്തിയിട്ടുള്ള മാന്യതയുടെ പ്രതിഫലനമായി നമ്മൾ കാണുന്നു. അദ്ദേഹത്തിന്റെ ദേഹവിയോഗത്തിൽ ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗിനുള്ള അനുശോചനം ഞാൻ ഇവിടെ രേഖപ്പെടുത്തുന്നു. അദ്ദേഹത്തിന്റെ പാർട്ടിക്ക്, അദ്ദേഹത്തിന്റെ സംതൃപ്ത കുടുംബാംഗങ്ങളോട് ഒക്കെ പാർട്ടിയുടെയും വ്യക്തിപരമായുള്ള അനുശോചനം അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കും. അടുത്തതായി ബിജെപിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റും ദേശീയ സമിതി അംഗവുമായിട്ടുള്ള ശ്രീ KP. സുഹൃത്തുക്കളെ, ഒരു ഭരണാധികാരി എങ്ങനെയായിരിക്കണം എന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ മൻമോഹൻ സിംഗിനെ പോലെയായിരിക്കണം എന്ന് പറഞ്ഞാൽ അതിനൊരു അതിശയോക്തിയും തെറ്റുമുണ്ടാവുകയില്ല എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. കുറച്ച് മാത്രം പറയുകയും കൂടുതൽ പ്രവർത്തിക്കുകയും ചെയ്ത വളരെ പ്രതിഭാശാലിയായ ഒരു ഭരണാധികാരിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. കേന്ദ്രമന്ത്രിസഭ അദ്ദേഹത്തിന് ആദരവ് കൊടുത്തുകൊണ്ട് ഒരു നല്ല അനുശോചന പ്രമേയം പാസാക്കിയത് ഈ പത്രത്തിൽ വായിക്കാൻ സാധിച്ചു. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അത്തരം ആദരവ് കൊടുത്തിരുന്നുവെങ്കിൽ അത് കുറെ കൂടി മഹനീയമായ ഒരു കർത്തവ്യ നിർവഹണമായി തീരുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിന് ശേഷം ലോകരാഷ്ട്ര തലവന്മാർ
അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള നല്ല വാക്കുകളൊക്കെ നമ്മുടെ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അധികാരത്തിൽ നിന്ന് പോയി 10 വർഷം കഴിഞ്ഞതിന് ശേഷം ആ കാലഘട്ടത്തിലുള്ള ഊഷ്മളമായ ബന്ധത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ ലോകത്തിലെ വിവിധ രാഷ്ട്രത്തലവന്മാരെല്ലാം പങ്കുവച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ എത്രമാത്രം അദ്ദേഹത്തിന്റെ മൻമോഹൻ സിംഗിന്റെ സാന്നിധ്യവും സ്വാധീനവും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് നന്നായിട്ടറിയാം. അദ്ദേഹം ഒരു പരമ്പരാഗതമായ ഒരു ഭരണാധികാര സങ്കല്പമുണ്ടല്ലോ നമുക്ക്. അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനേ ആയിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം ഈ അധികാരത്തിന് പറ്റുമോ എന്ന സംശയം ആ കാലഘട്ടത്തിൽ പലരും നെറ്റിതുടിച്ചുകൊണ്ട് ഉന്നയിച്ചിരുന്നു. പക്ഷേ ഒരു നല്ല ഭരണാധികാരി എന്ന നിലയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ള ഇടപെടലുകളും പ്രവർത്തനങ്ങളും അത് നമ്മുടെ നാട്ടിനെ വളരെയധികം മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളത് തർക്കമില്ല. പ്രത്യേകിച്ചും സാമ്പത്തിക രംഗത്ത് ഭാരതം വളരെ ആഴമേറിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് മൻമോഹൻ സിംഗിനെ മന്ത്രിസഭയിലേക്ക് നരസിംഹറാവു കൊണ്ടുവന്നത്. തുടർന്ന് ഉദാരവൽക്കരണ നയത്തിന്റെ ഒരു വക്താവും ഒരു പ്രയോക്താവും എന്ന നിലയിൽ സാമ്പത്തിക രംഗത്ത് വിപ്ലവകരമായ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ ഡോക്ടർ മൻമോഹൻ സിംഗിന് കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ ആ നേതൃപാഠവും കൊണ്ടാണ് വാസ്തവത്തിൽ കുത്തനെ തലകുത്തി വീണിരുന്ന നമ്മുടെ സാമ്പത്തിക രംഗത്തെ നേരെ നിർത്താൻ വേണ്ടി നമുക്ക് കഴിഞ്ഞത് എന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹം വളരെ കുറച്ചു മാത്രം സംസാരിച്ച് വളരെ സൗമ്യവും ശക്തവുമായ ഒരു വ്യക്തിപ്രഭാവത്തിന്റെ ഉടമയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. അധികം വർത്തമാനം പറഞ്ഞ് ഭരണാധികാരികൾ അന്തരീക്ഷം വഷളാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ കഴിഞ്ഞുകൂടുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് വാക്കുകൾ കുറച്ചു മാത്രം ഉപയോഗിക്കുകയും നല്ല ധീരമായ കർമ്മകുശലത നിറഞ്ഞ പ്രവൃത്തികൾ കൊണ്ട് രാജ്യത്തെ സാമ്പത്തിക പുരോഗതിയിലേക്ക് നയിക്കുകയും ചെയ്ത ഭാരതത്തിന്റെ ചരിത്രത്തിൽ എന്നും ഒരു സുവർണ്ണ ലിപികളിൽ രേഖപ്പെടുത്തേണ്ട ശക്തനായ ഭരണാധികാരിയായിരുന്നു മൺമറഞ്ഞു പോയ ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ ദേഹവിയോഗത്തിൽ നമ്മുടെ ദുഃഖം നമ്മൾ രേഖപ്പെടുത്തുന്നു. അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. CPI-യിലെ താവം ബാലൻ. സഹോദരി നമ്മുടെ പ്രിയപ്പെട്ട MD-യും മറ്റെല്ലാവരും തന്നെ ഇവിടെ സംസാരിച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മുടെ രാജ്യം പിന്തുടർന്നു വന്നിട്ടുള്ള നയങ്ങൾ നമുക്കറിയാം. ഒരു സമ്മിശ്ര സമ്പദ്ഘടന തുടരുന്നൊരു രാജ്യം. ആ രാജ്യത്ത് മൻമോഹൻ സിംഗ് ധനകാര്യമന്ത്രി, ആദ്യഘട്ടത്തിൽ ധനകാര്യമന്ത്രി, പിന്നീട് പ്രധാനമന്ത്രിയുമായപ്പോൾ അതിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചു. വളരെ വ്യക്തമായ ഒരു ഏറ്റവും ലോകത്ത് അറിയപ്പെടുന്നൊരു ധനശാസ്ത്രജ്ഞനും റിസർവ് ബാങ്കിന്റെ ഗവർണർ അടക്കമുള്ള എല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. രാജ്യത്തിനും ലോകത്തും ഏറ്റവും തീരാത്ത നഷ്ടമാണ് അദ്ദേഹത്തിന്റെ നമ്മൾ വന്നു ചേർന്നത്. എന്നാൽ ഈ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മൻമോഹൻ സിംഗ് ഏറ്റവും കൂടുതൽ തൊഴിലും വരുമാനവും ഉണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ജീവിതത്തെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്തിന്റെ ഒരു പൈതൃകം പഴയകാല നയങ്ങൾ തുടരുമ്പോൾ അത് ഒരു ഏറ്റവും അടിസ്ഥാനം ഉള്ളതായിരുന്നു. തൊഴിലുറപ്പ് പദ്ധതി വരുമ്പോൾ ഒന്നായി UPA ഗവൺമെന്റിന്റെ കാലത്ത് ആ മിനിമം പരിപാടി, ആ തൊഴിലുറപ്പ് പദ്ധതി ആ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു കൊണ്ടുപോകുന്നത്. അതായിരുന്നു ഇന്ന് രാജ്യത്ത് അതൊരു വലിയ മാറ്റമുണ്ടാക്കാൻ സഹായിച്ചു വരുന്നത്. വനാവകാശ നിയമം ആദിവാസികളടക്കം സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ഒന്നായി UPA ഗവൺമെന്റിന്റെ കാലത്തായിരുന്നു നടപ്പാക്കി. ഞാൻ കൂടുതൽ പോകുന്നില്ല. അപ്പൊ അങ്ങനെയൊരു ഘട്ടത്തിൽ സാമ്പത്തിക രംഗത്തെ സംബന്ധിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അത് നടപ്പാക്കുമ്പോൾ ആഗോളവൽക്കരണവും സ്വകാര്യവൽക്കരണവും നയം തുടക്കം കുറിക്കുമ്പോൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്ന ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ നമ്മളുണ്ട്. എന്നാൽ ഇതെല്ലാം ഉണ്ടാകുമ്പോൾ അത് രാജ്യം ചർച്ച ചെയ്യാം അനുഭവത്തിന്റെ വെളിച്ചത്തിൽ. അപ്പോൾ ഇവിടെ നമ്മുടെ രാജ്യത്ത് പ്രത്യേകിച്ചും ലോകത്ത് ഏറ്റവും വലിയ സാമ്പത്തിക കുഴപ്പമുണ്ടായിരുന്നു. അമേരിക്കയിൽ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധി വന്നപ്പോൾ ഇന്ത്യയെ രക്ഷപ്പെട്ടത് നമ്മുടെ രാജ്യം പിന്തുടർന്ന പൊതുമേഖലാ ബാങ്കുകൾ ഉൾപ്പെടെയുള്ള രാജ്യം ഇതേവരെ തുടർന്നു വന്നിട്ടുള്ള അതും ഒരു പ്രധാന ഘടകമാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യ രാജ്യം രക്ഷപ്പെട്ടത്. ജവഹർലാൽ നെഹ്റു അടക്കം രൂപം കൊടുത്തിട്ടുള്ള രാജ്യത്തെ നയങ്ങൾ, ആ വ്യവസായ നയം പഴയ കാലത്ത്. അപ്പൊ അതിനുവേണ്ടി ഇന്ന് ചർച്ച ചെയ്യുന്നുണ്ട് വ്യത്യസ്ത നയങ്ങൾ അത് നടക്കുകയാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം പ്രത്യേകിച്ച് നമുക്കറിയാം ലോകത്താകെ ഏറ്റവും വലിയ കുഴപ്പം വരുമ്പോൾ ഇവിടെ ഇന്ത്യ രക്ഷപ്പെട്ടു. പക്ഷെ ഏറ്റവും കരുത്തനായിട്ടുള്ള ഒരു ധനകാര്യമന്ത്രി എന്നുള്ളതിൽ മൻമോഹൻ സിംഗിന്റെ വളരെ വ്യക്തമാണ്. അത് നടക്കില്ല.
ഒരു വ്യക്തിത്വത്തിന്റെ ഒരു പ്രത്യേക ഒരു ഉടമയാണ്. അദ്ദേഹം അതിൽ വഹിച്ചിട്ടുള്ളൊരു പങ്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കും. അതുകൊണ്ട് ഞാൻ മറ്റു കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. മൻമോഹൻ സിംഗിനെ സംബന്ധിച്ചിടത്തോളം ബഹുമാനായ സീനിയർ കോൺഗ്രസ് നേതാവ് മുൻ MLA പ്രൊഫസർ AD മുസ്തഫ സാഹിബ്. അധ്യക്ഷൻ, ബഹുമാനനായ DCC പ്രസിഡന്റ്, വേദിയിൽ ഉപവിഷ്ടരായ ബഹുമാന്യനായ KPCC പ്രസിഡന്റ് അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെ, പ്രിയമുള്ള സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, വളരെ പ്രയാസത്തോടു കൂടിയാണ് ശ്രീ മൻമോഹൻ സിംഗിന്റെ മരണവാർത്ത ശ്രമിച്ചത്. മൻമോഹൻ സിംഗിന്റെ നിര്യാണം അകാലമായിരുന്നില്ല, ആകസ്മികവുമായിരുന്നില്ല. വയസ്സ് 92. കുറച്ചു കാലമായി അദ്ദേഹം ആരോഗ്യ പ്രയാസങ്ങളുമായി ബന്ധപ്പെട്ടു. ദുഃഖം തോന്നിയത് ആ മനുഷ്യൻ നടത്തിയ സാമ്പത്തിക രംഗത്ത് നടപ്പാക്കിയ ധീരോദാത്തമായ പ്രവർത്തനങ്ങൾ, ഒച്ചപ്പാടും ബഹളവുമില്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു അധ്യാപകനായി ജീവിതം ആരംഭിച്ച് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി മാറിയെത്തിയ ലോകം കണ്ട എക്കാലത്തെയും പ്രമുഖരായ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ. 1991 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹറാവു രാജ്യത്തിന്റെ സാമ്പത്തിക പ്രയാസങ്ങളെ പരിഹരിക്കാൻ വേണ്ടി മൻമോഹൻ സിംഗിനെ ധനകാര്യമന്ത്രിയാക്കി. ആ കാലഘട്ടത്തിൽ സാമ്പത്തിക അവസ്ഥ വളരെ പ്രയാസമായി മുന്നോട്ട് പോവുകയാണ്. വിദേശ നിക്ഷേപം തുല്യവും കുറഞ്ഞു. പ്രയാസങ്ങളുടെ കൂമ്പാരങ്ങളെ കണ്ടെത്തി അതിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ നരസിംഹറാവു കണ്ടെത്തിയ ഏറ്റവും വലിയ ഉപാധിയായിരുന്നു ശ്രീ മൻമോഹൻ സിംഗ്. 35 വർഷക്കാലം ഇന്ത്യൻ പാർലമെന്റ് മെമ്പറായിരുന്നു. വർഷങ്ങളോളം നമ്മുടെ ധനകാര്യമന്ത്രിയായിരുന്നു. 10 വർഷക്കാലം ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. ഇവിടെ നേതാക്കന്മാരൊക്കെ സൂചിപ്പിച്ചു, സാമ്പത്തിക രംഗത്ത് വിപ്ലവാത്മകമായ മാറ്റങ്ങൾ, എത്ര കമ്മീഷനുകൾ, എത്ര നടപടികൾ, എത്ര പഠനങ്ങൾ, തൊഴിലുറപ്പ് പദ്ധതി. ലക്ഷക്കണക്കിന് ആളുകളാണ് തൊഴിലുറപ്പ് പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത്. 72,000 കോടി ഉറുപ്പികയാണ് കാർഷിക കടം അദ്ദേഹം എഴുതിത്തള്ളിയത്. കാർഷിക കടാശ്വാസ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ, വിദ്യാഭ്യാസത്തെ അവകാശമാക്കി മാറ്റിയത്, ഈ രാജ്യത്തെ പിന്നോക്ക വിഭാഗങ്ങളുടെ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി സച്ചാർ കമ്മീഷന്, അങ്ങനെ രാജ്യത്തിന്റെ ധനകാര്യമന്ത്രിയും അതിലുപരി 10 വർഷക്കാലം ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായി ഈ രാജ്യത്തെ നയിച്ച ബഹുമാന്യായ മൻമോഹൻ സിംഗിനെ സംബന്ധിച്ച് ഇവിടെ ഏറെ കാര്യങ്ങൾ പ്രതിപാദിക്കപ്പെട്ടു കഴിഞ്ഞു. ഈ യോഗത്തിൽ സംസാരിച്ച KPCC അധ്യക്ഷൻ ബഹുമാന്യായ ശ്രീ K. സുധാകരൻ MP പറഞ്ഞൊരു കാര്യമുണ്ട്. എതിർപ്പല്ല, വിവേകത്തിന്റെ വഴിയാണ് നമ്മളെ നയിക്കേണ്ടതെന്ന് പഠിപ്പിക്കുകയും പറയുകയും ചെയ്ത പ്രിയപ്പെട്ട ആ നേതാവിന്റെ സ്മരണയ്ക്ക് മുന്നിൽ ആദരാജ്ഞ അർപ്പിച്ചുകൊണ്ട് മറ്റുള്ള സംസാരിച്ച കാര്യങ്ങളൊന്നും ആവർത്തിക്കാതെ എന്റെ പ്രസ്ഥാനത്തിന്റെ അനുസരിച്ച് വെച്ചിന്റെ വാർത്ത അവസാനിപ്പിക്കുന്നു. ജെയിംസ് പന്നിയമക്കൽ, കേരള കോൺഗ്രസ്. അധ്യക്ഷൻ അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്, ബഹുമാനപ്പെട്ട MP ശ്രീ K. സുധാകരൻ, വേദിയിലെ പ്രമുഖരായ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, രാജ്യം വളരെ വലിയ ഒരു
സങ്കടകരമായ യാഥാർത്ഥ്യത്തിന് മുമ്പിൽ, ജീവിതത്തിലെ ഒഴിവാക്കാനാവാത്ത ഒരു യാഥാർത്ഥ്യത്തിന് മുമ്പിൽ ഇപ്പോൾ ശിരസ് തമ്മിച്ച് നിൽക്കുകയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്, നമ്മുടെ മുൻ പ്രധാനമന്ത്രി. ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യന്, ഒരു സാധാരണ വീട്ടിൽ ജനിച്ച ഒരു കുട്ടിക്ക് എങ്ങനെയാണ് രാജ്യത്തിന്റെ പരമോന്നതമായ ഭരണസിരാ കേന്ദ്രത്തിലെ ഏറ്റവും പ്രധാനമായ ചെയറിൽ ഉപവിഷ്ടനാകാൻ കഴിയുക? വിദ്യാഭ്യാസമാണ്. യുവജനങ്ങൾക്ക് വളരെയധികം ഉത്തേജനകമായിട്ടുള്ള ഒരു ചരിത്രമാണ് അദ്ദേഹത്തിന്റെ ജീവിതഗാഥ. വിദ്യാഭ്യാസത്തിലൂടെ മാത്രമാണ് ആ രീതിയിലേക്ക് വളർന്നു വരുവാൻ കഴിഞ്ഞിട്ടില്ലേ? നമുക്കറിയാം, കൺവെൻഷനിൽ സാധാരണ വരുന്ന ഒരു സീസൺഡ് പൊളിറ്റീഷ്യന്റെ പാതയിലൂടെയല്ല ഡോക്ടർ മൻമോഹൻ സിംഗ് തന്റെ ജീവിതത്തിലെ ആ ഉയരങ്ങൾ കീഴടക്കിയത്. വിളക്കിന്റെ വെളിച്ചത്തിൽ പരിധി പോലുമില്ലാതെ പുസ്തകങ്ങൾ വായിച്ച് പഠിച്ച് ഇന്ത്യക്ക് വെളിയിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി, ലോകത്തിലെ പരമോന്നതമായ വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും ഉത്തുംഗ ശൃംഖങ്ങളായിട്ടുള്ള യൂണിവേഴ്സിറ്റികളാണ് ഓക്സ്ഫോർഡും കേംബ്രിഡ്ജും ഒക്കെ. ആ യൂണിവേഴ്സിറ്റികളിൽ ഏറ്റവും മികച്ച വിജയം തന്റെ കഠിനാധ്വാനം കൊണ്ടും സമർപ്പണം കൊണ്ടും വിദ്യാഭ്യാസത്തിലെ ഏറ്റവും മികച്ച വിജയം ഒരു ഇന്ത്യൻ പൗരന് അതിനു മുൻപ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഓണററി ഡോക്ടറേറ്റ് കൊടുത്തിട്ടില്ല. ആദ്യമായി ഇന്ത്യയിലെ ഒരു കുട്ടിക്ക്, ഒരു വിദ്യാർത്ഥിക്ക് വിദേശ സർവകലാശാലയിൽ, ആ സർവകലാശാലയുടെ ഗവേണിംഗ് ബോഡി ഒന്നടങ്കം തീരുമാനിച്ചുകൊണ്ട്, അതിസമ്പന്നരുടെ മക്കൾ, അതിസമ്പന്നമായ രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികൾ പഠിക്കുന്ന കോളേജ്, യൂണിവേഴ്സിറ്റിയാണ്. അന്നേ ലോകത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ട, സാമ്പത്തിക വിദഗ്ധരുടെ, വിചക്ഷണന്മാരുടെ ശ്രദ്ധയിൽപ്പെട്ട മൻമോഹൻ സിംഗ് പിന്നീട് ഇന്ത്യയിൽ വന്ന് വിവിധ വകുപ്പുകളിൽ ഉത്തരവാദിത്തങ്ങൾ വളരെ ഭംഗിയായി, കഠിനാധ്വാനത്തിലൂടെ, നിതാന്ത ജാഗ്രതയിലൂടെ തന്നെ ഏൽപ്പിക്കുന്ന ചുമതലകൾ ഭംഗിയായി വിജയകരമായി നിർവഹിച്ചുകൊണ്ട് പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ, റിസർവ് ബാങ്ക് ഗവർണർ തുടങ്ങിയ നിലകളിലൊക്കെ തന്റെ കഴിവും മികവും തെളിയിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണ് 80 മുതൽ ഒരു ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും സങ്കടകരമായ അനിശ്ചിതത്വം നിറഞ്ഞ കൊച്ചു കാലം മാത്രം ഭരിച്ചു കടന്നുപോയ പ്രധാനമന്ത്രിമാരുടെ ഒരു കാലഘട്ടം, തികഞ്ഞ രാഷ്ട്രീയ അനിശ്ചിതത്വത്തിന്റെ കാലഘട്ടം, 80 മുതൽ ഉള്ള ഒരു 1.5 പതിറ്റാണ്ട് കാലം. രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി വളരെ ദയനീയമായി. പൊതുമേഖലാ സ്ഥാപനങ്ങൾ വലിയ രീതിയിലുള്ള അഴിമതിയുടെ പിന്നിലേക്ക് മാറി. രാജ്യത്തിന് നേതൃത്വമില്ല, പ്രധാനമന്ത്രി കസേരയ്ക്ക് ഉറപ്പില്ല, വ്യക്തമായ ഭൂരിപക്ഷമുള്ള പാർട്ടി കേന്ദ്രത്തിൽ ഭരണത്തിലില്ല. സമ്മർദ്ദ ശക്തിക്ക് അടിമപ്പെടുന്ന ഘടകകക്ഷികളുടെ മുമ്പിൽ നിസ്സഹായമായി നിന്നുകൊണ്ട് എത്രയോ പ്രധാനമന്ത്രിമാർ കടന്നുപോയി. VP സിംഗും ചന്ദ്രശേഖരൻ മുതൽ AK ഗുജറാൾ മുതൽ ദേവഗൌഡ മുതൽ ആ ഒരു കാലഘട്ടത്തിന്റെ അവസാനമാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ശക്തമായ ഒരു ഭരണകൂടം രാജ്യത്ത് വരുന്നു. നരസിംഹറാവു, PV നരസിംഹറാവു, ബഹുമാനായ നരസിംഹറാവു പ്രധാനമന്ത്രിയായപ്പോൾ രാജ്യത്തിന്റെ സമ്പദ്ഘടന തകർന്ന് തടിപ്പണമായിരിക്കുന്നു. നമ്മളൊക്കെ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഒരു പണത്തിന് ബുദ്ധിമുട്ട് വന്നാൽ മറ്റു മാർഗങ്ങളിൽ പണയം വെക്കും എന്ന് പറഞ്ഞ പോലെയാണ് രാജ്യത്തിന്റെ കരുതൽ ശേഖരം, സ്വർണം നമ്മൾ വിദേശ രാജ്യത്തോടെ പണയം വെച്ചുകൊണ്ടാണ് ഇവിടെ ദൈനംദിന കാര്യത്തിന്റെ രാജ്യത്തിന്റെ നടത്തിപ്പ് ചെലവുകൾ കണ്ടെത്തിയത്. എത്രയോ പ്രയാസകരമായ സാഹചര്യമാണ്. രാഷ്ട്രീയത്തിന്റെ എല്ലാ മേഖലകളിലും പതിറ്റാണ്ടുകളുടെ അനുഭവ സമ്പത്തുള്ള എല്ലാ മേഖലകളിലും, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും, സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും, ഭരണത്തിന്റെ എല്ലാ മേഖലകളിലും നിറഞ്ഞ അവഗാഹമുള്ള നരസിംഹറാവു എന്ന പ്രധാനമന്ത്രി അപ്പോൾ ശ്രദ്ധിച്ചു. ഒരു സാധാരണ ധനകാര്യമന്ത്രി പോരാ, ശക്തമായ ധാരണകളുള്ള, ശക്തമായ അക്കാദമിക് കരിയറുള്ള, പ്രാഗൽഭ്യമുള്ള, ഇത്ര സങ്കീർണമായ ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ പിടിച്ചു നിർത്താൻ, തിരിച്ചു കൊണ്ടുവരുവാൻ, ഇന്ത്യയെ ഒരു ശക്തിയായി വളർത്തിയെടുക്കുവാൻ ആരാണ് കെൽപ്പുള്ള, ത്രാണിയുള്ള, തന്റേടമുള്ള, നട്ടലുള്ള ഒരു ധനകാര്യ വിചക്ഷണൻ? അങ്ങനെ കണ്ടെത്തിയ പേരാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. അദ്ദേഹം വന്നതിന് ശേഷം IMF-ഉമായിട്ടുള്ള ധാരണയിൽ, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടുമായിട്ടുള്ള ധാരണയിൽ എല്ലാവിധ പദ്ധതികളും ആവിഷ്കരിച്ചു. ഉയർന്ന മേഖലകളിൽ, നഗരപ്രദേശങ്ങളിൽ, ഗ്രാമപ്രദേശങ്ങളിൽ ഒക്കെ ഏതെല്ലാം രീതിയിൽ റിട്ടേൺസ്, IMF കടം കൊടുക്കണമെങ്കിൽ ചുമ്മാ കൊടുക്കില്ല. അതിന്റെ തിരിച്ചടവിനുള്ള സോഴ്സസ് എന്താണെന്ന് പഠിക്കും, അതിനെ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള പദ്ധതികൾ എന്താണെന്ന് പഠിക്കും, ആ പദ്ധതികൾ നടപ്പാക്കാനുള്ള ഭരണ നേതൃത്വം ഉണ്ടോ എന്നുള്ളത് പഠിക്കും. ആ പഠനത്തിന്റെയൊക്കെ റിപ്പോർട്ടുകള് വിജയപരമായി അവര് അംഗീകരിച്ചത് ഡോക്ടർ മൻമോഹൻ സിംഗ് ധനകാര്യമന്ത്രിയായി വന്നുകൊണ്ട് മാത്രമാണ്. അത്തരം നിലപാടുകളിലൂടെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, അത്തരം നിലപാടുകളിലൂടെ ശക്തമായി തിരിച്ചു പിടിച്ചുകൊണ്ട്, കാർഷിക മേഖല ഏറ്റവും ശക്തമായി തിരിച്ചു പിടിച്ചുകൊണ്ട് കേരള കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധി എന്ന നിലയിൽ ഞങ്ങൾ നന്ദിപൂർവ്വം സ്മരിക്കുകയാണ്. കാരണം എത്രയോ കർഷക ആത്മഹത്യകൾ നടക്കേണ്ടത് രാജ്യത്തുടനീളം, കേരളത്തിലും. അത് തടയുവാൻ
കടമെഴുത്തള്ളുന്ന വഴി സാധിച്ചു. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ കടകളെഴുത്തൽ ഇപ്പോൾ സാധാരണക്കാരൻ ഒരുപാട് നെടുവേർപ്പെട്ടു, ആശ്വസിച്ചു. ഗ്രാമപ്രദേശങ്ങൾ തൊഴിലുറപ്പ് പദ്ധതി വഴി പണത്തിന്റെ സ്രോതസ് വന്നു, തൊഴിൽ വന്നു, പട്ടിണി മാറി, പണത്തിന്റെ ഒഴുക്ക് വർദ്ധിച്ചു. സാധാരണക്കാരനെ പണം കിട്ടുമ്പോൾ അവൻ സ്വാഭാവികമായും കടകളിൽ പോയി സാധനം വാങ്ങിക്കും. അങ്ങനെ മണി റൊട്ടേഷൻ സംസ്ഥാനത്തിന് നികുതിയായി, ഉൽപാദനം വർദ്ധിപ്പിച്ചു. തൊഴിൽ മേഖലയിൽ, നഗരമേഖലകളിൽ പ്രത്യേകിച്ച് ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ വഴി നല്ല രീതിയിൽ പണത്തിന്റെ ഒഴുക്കുണ്ടായി. അഭിമാനകരമായ വികസനം നേടിക്കൊണ്ട് രാജ്യത്തെ കൈപിടിച്ചുയർത്തി വലിയ തകർച്ചയിൽ നിന്ന് ലോകരാജ്യങ്ങൾ പോലും തകർന്നടിച്ചപ്പോ, സാമ്പത്തിക ശക്തികൾ കൂപ്പുകുത്തിയപ്പോ ഇന്ത്യയെ ശക്തമായി തിരിച്ചു കൊണ്ടുവന്ന സമ്പന്ന രാഷ്ട്രമായി ഇന്ന് കാണുന്ന നമ്മുടെ എല്ലാ സൗഭാഗ്യങ്ങളുടെയും സാമ്പത്തിക അടിത്തറ പടുത്തുയർത്തിയ അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ കോൺഗ്രസ് പാർട്ടിക്കുണ്ടായ നഷ്ടത്തിൽ പങ്കുചേർന്നുകൊണ്ട്, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് കേരള കോൺഗ്രസ് അതിന്റെ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ടും ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. CMBയുടെ ജില്ലാ സെക്രട്ടറി പ്രിയപ്പെട്ട സുനിൽകുമാർ. റിസർവ് ബാങ്കിന്റെ തലവനെന്ന നിലക്കും കേന്ദ്രമന്ത്രിയായിരുന്നപ്പോഴും 2 തവണ പ്രധാനമന്ത്രി പദത്തിലിരുന്നു കൊണ്ട് ഇന്ത്യയെ നയിച്ച ഘട്ടത്തിലും ഒട്ടനവധി ശ്രദ്ധേയമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയ വ്യക്തിത്വമായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റേതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇവിടെ സംസാരിച്ച നേതാക്കന്മാർ സൂചിപ്പിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ യോഗത്തിൽ വേദന അനുഭവിക്കുന്ന കോൺഗ്രസ് പാർട്ടിയോടൊപ്പം അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പവും പൊതുസമൂഹത്തോടൊപ്പവുമുള്ള ദുഃഖത്തിൽ CMBയും പങ്കുചേരുന്നു. പാർട്ടി കണ്ണൂർ ജില്ലാ കൗൺസിലിന്റെ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു. NCP ജില്ലാ പ്രസിഡന്റ് സുരേഷ്. സ്നേഹമുള്ളവരും, ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഭരണാധികാരികളിൽ ഒരാളാണ്. ലോകം ദർശിച്ച ഏറ്റവും മികച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞനുമായിരുന്നു ആരാധ്യനായ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഉജ്ജ്വലമായ സ്മരണയ്ക്ക് മുമ്പിൽ ശിരസ് നമിക്കുകയാണ്. ഡോക്ടർ മൻമോഹൻ സിംഗിനെ കുറിച്ച് KPCC പ്രസിഡന്റ് ശ്രീ സുധാകരനടക്കമുള്ള നേതാക്കന്മാർ വളരെ വിശദമായി തന്നെ ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി. ഒരൊറ്റ വാക്കിൽ പറഞ്ഞാൽ ഡോക്ടർ മൻമോഹൻ സിംഗ് ഒരു നിശബ്ദനായ വിപ്ലവകാരി ആയിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. സാധാരണ ഏറ്റവും ഉയർന്ന സ്ഥാനങ്ങളിൽ എത്തുമ്പോൾ മറ്റു പലരും നമ്മളുടെ മുമ്പാകെ കാണിക്കുന്ന അവരുടെ പ്രവർത്തന രീതികളിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ച് സംസാരിക്കുകയും കൂടുതൽ പ്രവർത്തിക്കുകയും ചെയ്ത ഒരു നേതാവായിരുന്നു ശ്രീ മൻമോഹൻ സിംഗ്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം നമ്മുടെ സമ്പദ്ഘടനയെ നിയന്ത്രിച്ച 2 വ്യക്തികൾ നമ്മുടെ ഓർമ്മയിലുണ്ട്. നമ്മുടെ ഭാരത ശില്പിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, സ്വാതന്ത്ര്യം കിട്ടി 1964 വരെ മാത്രമേ അദ്ദേഹം ജീവിച്ചിരുന്നു എങ്കിൽ കൂടി 1991 കാലഘട്ടം വരെ എന്തായിരുന്നു നെഹ്റു ഇന്ത്യൻ സമ്പദ്ഘടനയെ നിയന്ത്രിച്ചിരുന്ന ആ രീതിയാണ് 1991 മറ്റൊരു ദിശയിലേക്ക്
മാറ്റിക്കൊണ്ട് നിശബ്ദമായ ഒരു വിപ്ലവം സാമ്പത്തിക രംഗത്ത് ശ്രീ മൻമോഹൻ സിംഗ് നടപ്പാക്കിയിട്ടുണ്ട്. ലോകമെമ്പാടും ഒരു ദിശയിലേക്ക് കടന്നു പോകുമ്പോൾ ആ ദിശയോട് കൂടെ ചേർന്ന് നിന്നുകൊണ്ട് LPG എന്ന് നമുക്ക് ഓമന പേരിൽ അറിയപ്പെടുന്ന നവ ഉദാരവൽക്കരണ പരിപാടികളുടെ ഭാഗമായി അത് നമ്മുടെ രാജ്യത്ത് ഫലപ്രദമായി സാധാരണക്കാർക്ക് ഉപയുക്തമാകുന്ന രീതിയിൽ പ്രവർത്തിച്ച് കാണിച്ചുന്ന ഒരു വലിയ വിപ്ലവകാരിയാണ് ശ്രീ മൻമോഹൻ സിംഗ്. അദ്ദേഹം എപ്പോഴും പറയാറുണ്ട്, ഈ സാമ്പത്തിക പരിഷ്കാരങ്ങൾ സാധാരണ ജനങ്ങൾക്ക് ഉപയുക്തമാകണം. ഇതിന്റെ ഗുണഫലം അനുഭവിക്കേണ്ടവർ നമ്മുടെ സമൂഹത്തിലെ പാവപ്പെട്ട ജനങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു മനുഷ്യത്വ മുഖം പുതിയ സാമ്പത്തിക ക്രമീകരണത്തിൽ ഉണ്ടാവണമെന്ന് ശഠിക്കുകയും അത് തന്റെ ജീവിതകാലത്ത് പ്രാവർത്തികമാക്കിക്കൊണ്ട് ഒരുപക്ഷെ നമ്മുടെ സമ്പദ്ഘടനയെ വളർച്ചയുടെ ദിശയിലേക്ക് നയിച്ച നേതാവായിരുന്നു ശ്രീ മൻമോഹൻ സിംഗ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നമ്മുടെ സാമ്പത്തിക ഘടനയിൽ ബേസിക്കായി ഒരു മുട്സൂചി പോലും ഉൽപ്പാദിപ്പിക്കാത്ത നമ്മുടെ രാജ്യത്ത് പഞ്ചവത്സര പദ്ധതികളിലൂടെ അതുപോലെ ക്രമാനുഗതമായി വ്യാവസായികമായി നടത്തിയെടുക്കുന്നതിനും നമ്മുടെ രാജ്യത്തെ സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കുന്നതിനും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഇന്ത്യൻ സമ്പദ്ഘടനയിൽ വികസനത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് ആഭ്യന്തര ഉൽപാദനം കൊണ്ട് മാത്രമേ നമ്മുടെ രാജ്യത്തെ പാവപ്പെട്ടവരുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ കഴിയൂ എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരു വിപ്ലവം തന്നെയാണ് ആ ദിശയിൽ അദ്ദേഹം നടത്തിയിരുന്നത്. ഏതായാലും കൂടുതൽ അദ്ദേഹത്തെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇവിടെ ഇതിനു മുമ്പ് സംസാരിച്ച നേതാക്കന്മാരൊക്കെ വളരെ വിശദമായി സംസാരിച്ചിട്ടുണ്ട്. നമ്മുടെ ഭാരതം കണ്ട ഏറ്റവും നല്ല ഭരണാധികാരി, ഒരു ശാസ്ത്രീയ വീക്ഷണമുള്ള ഭരണാധികാരി, ഒരു സാമ്പത്തിക വീക്ഷണമുള്ള ഭരണാധികാരി, അതിനോടൊപ്പം മതനിരപേക്ഷ സന്ദേശം ഉയർത്തിപ്പിടിക്കാൻ അദ്ദേഹം ഇന്ന് ശ്രമിച്ചിരുന്നു. ഭരണഘടനയിൽ പറഞ്ഞ കാര്യങ്ങൾ തന്റെ ഭരണകാലത്ത് ഓരോന്നോരോന്നായി നടപ്പിലാക്കാൻ ശ്രമിച്ച ഒരു ഭരണാധികാരി എന്നിങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ അദ്ദേഹത്തെ ഓർമ്മിക്കാനുണ്ട്. ആ വലിയ മനുഷ്യന്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ നിര്യാണം മൂലം ദുഃഖം അനുഭവിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സഹപ്രവർത്തകരോടും അതുപോലെ മറ്റ് അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരോടും ഒപ്പം നിന്നുകൊണ്ട് NCPയും ആ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പ്രശാന്തൻ, ജനതാദൾ. ബഹുമാന്യരെ, ഡോക്ടർ മൻമോഹൻ സിംഗിനെ രാജ്യം അനുസ്മരിക്കുകയാണ്. ഡോക്ടർ മൻമോഹൻ സിംഗിനെ അനുസ്മരിക്കുമ്പോൾ ഈ രാജ്യത്തിന്റെ ചരിത്രത്തെ തന്നെ നമുക്ക് രണ്ടായി, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയെ രണ്ടായി വിഭജിക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. ഒന്ന്, രാജ്യത്തിന്റെ 22ാമത് ധനകാര്യ വകുപ്പ് മന്ത്രിയായി അദ്ദേഹം ചുമതലയെടുക്കുന്ന നരസിംഹറാവു സർക്കാരിന്റെ കാലം വരെയുള്ള ഒരു ആദ്യ പകുതി. അതിനുശേഷം ഇന്ന് നാം കാണുന്ന ഈ രണ്ടാം പകുതിയിലുള്ള രാജ്യത്തിന്റെ പുരോഗതി, ഇതിനെല്ലാം അടിത്തറയായിട്ടുള്ളത്, ആധാരശിലയായിട്ടുള്ളത് ഡോക്ടർ മൻമോഹൻ സിംഗ് ഈ രാജ്യത്ത് നടപ്പാക്കിയിട്ടുള്ള പരിഷ്കാരങ്ങളാണ്. അതിന്റെ വിശദാംശങ്ങൾ നമുക്കെല്ലാം അറിയാം. കോളേജ് അധ്യാപകനായി തന്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ച അദ്ദേഹം പിന്നീട്
നേരത്തെ സംസാരിച്ചത് അവർ പറഞ്ഞതുപോലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് എടുക്കുന്നു. പിന്നീട് 2 വർഷത്തോളം ഐക്യരാഷ്ട്ര സംഘടനയിൽ UN ജോലി ചെയ്യുന്നു. 70കളോടുകൂടി ഇന്ത്യൻ കൊമേഴ്സ് മിനിസ്ട്രിയുടെ ഭാഗമായി അദ്ദേഹം ജോലിയിലേക്ക് വരുന്നു. പിന്നീട് സാമ്പത്തിക വിദഗ്ധൻ എന്നുള്ള നിലയിലേക്ക് ധനകാര്യ വകുപ്പിലേക്ക് വരുന്നു. അവിടെ RBIയുടെ ഗവർണറായും അതുപോലെ പ്ലാനിംഗ് ബോർഡിന്റെ ഉപാധ്യക്ഷനായും വരുന്നു. അങ്ങനെ തന്നെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് 91-ൽ 22ാമത് ധനകാര്യ വകുപ്പ് മന്ത്രിയായി വരുമ്പോൾ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി, അന്നത്തെ തെരഞ്ഞെടുപ്പിൽ ഞാനൊക്കെ അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള ആള് 91-ൽ ആ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഞാനിപ്പോൾ ഓർക്കുന്നു, അന്ന് ഉയർത്തിയ മുദ്രാവാക്യം 100 ദിവസത്തിനകം അവശ്യ സാധനങ്ങളുടെ വില കുറക്കുമെന്നായിരുന്നു. ആ 100 ദിവസം ധനകാര്യമന്ത്രിയായി മൻമോഹൻ സിംഗ് ചുമതലയേറ്റ് 100 ദിവസം കഴിഞ്ഞപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇവിടെ UDFന്റെ സർക്കാർ, കെ കരുണാകരന്റെ നേതൃത്വ സർക്കാരായിരുന്നു കേരളത്തിൽ, നമുക്കറിയാം, എന്തുകൊണ്ട് വില കുറക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം നൽകിയ ഉത്തരം അതാണ് തികച്ചും പ്രൊഫഷണലായ യാഥാർത്ഥ്യബോധത്തോടെയുള്ള രാഷ്ട്രീയക്കാരനാണ് എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് 100 ദിവസം കൊണ്ട് വില കുറക്കാൻ എന്റെ കയ്യിൽ മാന്ത്രിക വടിയൊന്നുമില്ല എന്ന്. അത്രമാത്രം യാഥാർത്ഥ്യബോധത്തോടുകൂടി ഇന്ത്യൻ സമ്പദ്ഘടനയെ നോക്കിക്കണ്ട ആളായിരുന്നു അദ്ദേഹം. വരുമ്പോ ഇന്ത്യയുടെ ബാലൻസ് ഓഫ് പേയ്മെന്റ്, അതായത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് ഡോളറിൽ പൈസ തിരിച്ചു കൊടുക്കണം, അത് കഷ്ടിച്ച് 10 ദിവസത്തേക്കുള്ള ബാലൻസ് ഓഫ് പേയ്മെന്റ് നമ്മുടെ രാജ്യത്തിന്റെ ഖജനാവിൽ ഉണ്ടായിരുന്നുള്ളൂ. $1 ബില്യൺ. അദ്ദേഹം കൊണ്ടുവന്ന പരിഷ്കാരം അത് ലോങ് ടേമിൽ, അദ്ദേഹത്തിന്റെ ആദ്യത്തെ ടേമിൽ പ്രധാനമന്ത്രിയായി 2009-ൽ അദ്ദേഹം പുറത്തു പോകുമ്പോഴേക്കും നിങ്ങൾ ഓർക്കണം, $600 ബില്യൺ ബാലൻസ് ഓഫ് ട്രേഡ് ആയിരുന്നു. ആ രീതിയിൽ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിച്ച ഒരു പ്രധാനമന്ത്രിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. അദ്ദേഹത്തിന് നഷ്ടം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിക്ക് മാത്രമല്ല ഈ രാജ്യത്തിലെ മുഴുവൻ ജനങ്ങൾക്കും തീരാ നഷ്ടമാണ്. അതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിക്കുണ്ടായ നഷ്ടത്തിൽ ഞാനും എന്റെ പാർട്ടിയും ആ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് എന്റെ ഹ്രസ്വമായ വാക്കുകൾക്ക് വിരാമം വരും. ഉണ്ണികൃഷ്ണൻ, കോൺഗ്രസ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്, ഈ അനുശോചന യോഗം ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ആദരണീയനും ബഹുമാനീയനുമായ KPCC പ്രസിഡന്റും MPയുമായ ശ്രീ K സുധാകരൻ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിട്ടുള്ള ആദരണീയനും ബഹുമാന്യനുമായ നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ്, നമുക്കറിയാം ഇന്ത്യ രാജ്യം ലോകമൊട്ടാകെ സാമ്പത്തികമായി തകർന്നുകൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് ഇന്ത്യയെയും ജനങ്ങളെയും രക്ഷിച്ച ഏക നേതാവും പ്രധാനമന്ത്രിയുമായിരുന്നു മൻമോഹൻ സിംഗ്. അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ ഈ ദുഃഖമനുഭവിക്കുന്ന രാജ്യത്തെ ജനങ്ങളോടൊപ്പം കോൺഗ്രസിനോടൊപ്പം കോൺഗ്രസ് എസും പങ്കുചേരുന്നു. കോൺഗ്രസ് എസിന്റെ അനുശോചനം അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. KV കൃഷ്ണൻ, JSS.
ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ മാർട്ടിൻ ജോർജ് അവരുടെ ആദരണീയനായ KPCC പ്രസിഡന്റ് കെ സുധാകരൻ അവരുടെ മറ്റ് ഘടകകക്ഷി സർവകക്ഷി നേതാക്കൾ, മൻമോഹൻ സിംഗ് ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനും ഒരു ഇന്ത്യ കണ്ട ഏറ്റവും നല്ല ഒന്നാം നിലയിലുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയും ഒരു വലിയ നേതാവുമായിരുന്നായ അദ്ദേഹം ഇവിടെ പാവങ്ങളുടെ തൊഴിലുറപ്പ് പദ്ധതി പാവങ്ങൾക്ക് വേണ്ടി നടപ്പാക്കി. അതുപോലെ തന്നെ ഭക്ഷ്യ സുരക്ഷാ നിയമം നടപ്പിലാക്കി. അങ്ങനെ ജനോപകാരപ്രദമായ പല നല്ല കാര്യങ്ങളും ചെയ്ത ആ മഹൽ വ്യക്തിയുടെ വ്യക്തിത്വത്തെ എന്നും നമ്മൾ ആദരിക്കുന്നു. അദ്ദേഹത്തിന്റെ പാവന സ്മരണക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ബാലകൃഷ്ണൻ എൻ, നാഷണൽ ജനതാദൾ. പ്രിയമുള്ള അധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, സഹപ്രവർത്തകർ, കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ സമുന്നതനായ നേതാവ് മുൻ പ്രധാനമന്ത്രിയുമായ മൻമോഹൻ സിംഗ് നമ്മോട് ഇവിടെ പറഞ്ഞിരിക്കുന്നു. നല്ലൊരു സാമ്പത്തിക വിദഗ്ധനും റിസർവ് ബാങ്ക് ഗവർണറും അതുപോലെ തന്നെ ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാനും ഒക്കെയായി പ്രവർത്തിച്ച് ഇതിനുശേഷം ധനകാര്യ വകുപ്പ് മന്ത്രിയായി നരസിംഹറാവു ഗവൺമെന്റിൽ പ്രവർത്തിക്കുകയും ചെയ്തതിനു ശേഷമാണ് 10 വർഷക്കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി പ്രവർത്തിച്ചത്. കഴിഞ്ഞകാല പ്രവർത്തനങ്ങളൊക്കെ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് സാധാരണക്കാരായ ജനങ്ങളെ കൈപിടിച്ചുയർത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നത്. അദ്ദേഹം പ്രസംഗത്തിലൂടെയല്ല, പ്രവർത്തനത്തിലൂടെയാണ് തന്റെ കഴിവ് ജനങ്ങളിലേക്ക് എത്തിച്ചത്. നമുക്കറിയാം, തൊഴിലുറപ്പ് പദ്ധതി, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നത് നമ്മുടെ സമൂഹത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന സ്ത്രീ സമൂഹത്തെ കൈപിടിച്ചുയർത്തുന്നതിന് വേണ്ടി, അവരുടെ കൈകളിൽ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് അത്തരത്തിലുള്ളൊരു പ്രവർത്തനമായി നരസിംഹറാവു ഗവൺമെന്റിൽ ധനകാര്യ വകുപ്പ് മന്ത്രിയായി പിന്നീട് പ്രധാനമന്ത്രിയായി പ്രവർത്തിച്ച ഡോക്ടർ മൻമോഹൻ സിംഗ് മുന്നോട്ട് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ കാർഷിക കടങ്ങൾ എഴുതി തള്ളിക്കൊണ്ട് കർഷകരുടെ ചേർത്ത് പിടിച്ച ഒരു നേതാവായിരുന്നു. നമുക്കറിയാവുന്നതുപോലെ തന്നെ കർഷകന്മാരുടെ ഭൂമി വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എടുത്തപ്പോൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ തുച്ഛമായ വരുമാനം മാത്രമാണ് അവർക്ക് അതിൽ പ്രതിഫലമായി ലഭിച്ചിരുന്നുള്ളൂ എങ്കിൽ നിയമനിർമ്മാണത്തിലൂടെ മൻമോഹൻ സിംഗ് കൊണ്ടുവന്നിട്ടുള്ള ഇന്ന് മാർക്കറ്റ് വാല്യൂയുടെ 4 ഇരട്ടിയോളം സംഖ്യ കർഷകർക്ക് ലഭിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള നേതാവിന്റെ നിര്യാണം നമുക്ക് ഇന്ത്യൻ ജനതയ്ക്ക് വലിയൊരു നഷ്ടം തന്നെയാണ്. ആ നഷ്ടത്തിലും ദുഃഖത്തിലും പങ്കുചേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജോസഫ് വേലിക്കകത്ത്, KDP. അധ്യക്ഷൻ അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്, നമ്മുടെ പ്രിയപ്പെട്ട MP വേദിയിലിരിക്കുന്ന നേതാക്കന്മാരെ, ഞാൻ കൂടുതലായി ഇവിടെ സംസാരിച്ച കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നില്ല. ശക്തനായ ഒരു ഭരണാധികാരിയും ആയിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. സാമ്പത്തിക വിദഗ്ധ എന്നതിനേക്കാളായി ഉപരിയായി ഉന്നതരെയും സാധാരണക്കാരെയും ചേർത്ത് പിടിച്ച നേതാവായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. അദ്ദേഹത്തിന്റെ ദേശീയ മഹാത്മാ തൊഴിൽദാന പദ്ധതിയൊക്കെ ഏറ്റവും താഴെക്കിടയിൽ വേദന അനുഭവിക്കുന്നവരെ എങ്ങനെ ചേർത്ത് പിടിക്കാം, ഭരണത്തോട് ചേർത്ത് പിടിക്കാം എന്നതിൻ്റെ ഉദാത്തമായ ഉദാഹരണമായിരുന്നു. കൂടുതലായി ഇവിടെ സംസാരിച്ച കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് മുന്നിൽ ശിരസ് നമിക്കുകയാണ്. അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ KDPക്കും കേരള ഡെമോക്രാറ്റിക് പാർട്ടിയായ അസാധാരണ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്യുന്നു. അവരുടെ അനുസ്മരണ
ചടങ്ങിലൂടെ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ പ്രിയപ്പെട്ട KPC മെമ്പർ ടി.ഒ. മോഹൻ, മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീജ കണ്ടോത്ത് ഗോപി, പ്രിയപ്പെട്ട സാജു KP ഉൾപ്പെടെ ശ്രീ റഷീദ് ഗവായി, മറ്റ് സ്നേഹധന ബാലകൃഷ്ണൻ മാസ്റ്റർ ഉൾപ്പെടെ മുനിസിപ്പൽ കൗൺസിലേഴ്സ്, ശ്രീ വേലായുധൻ ഉൾപ്പെടെയുള്ള ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികളും മറ്റ് സഹപ്രവർത്തകരും എല്ലാവരും ഇവിടെയുണ്ട്. സമയത്തിന്റെ ഒരു പരിമിതി കൊണ്ട് നമ്മളിവിടെ ഈ ചടങ്ങ്, ഈ അനുസ്മരണ ചടങ്ങ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ചടങ്ങിന് നന്ദി പറയുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ വി പുരുഷോത്തമൻ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ മാർട്ടിൻ ജോർജ്, ബഹുമാന്യായ KPC പ്രസിഡന്റ് ശ്രീ K. സുധാകരൻ,